ജനിച്ച് കുട്ടിക്ക് തെമ്മീസ് കാഷ്ടെന്ത് മൂത്രന്തെന്ന് തിരിച്ചറിയാനായാൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കൊരു പടച്ചോണ്ട് എന്നല്ല. അവ്വലു വാജിബിൻ അലൽ അബാ, ഉമ്മയുടെയും ബാപ്പയുടെയും ആദ്യത്തെ നിർബന്ധം അയ്യോ അല്ലിമു ഔലാദവും മക്കൾക്ക് പഠിപ്പിക്കലാണ്. അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. ഇതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. കാരണം നബിയെ ഉറപ്പില്ലാത്തൊരാൾക്ക് അള്ളാഹുവിനെ ഉറപ്പുണ്ടാവില്ല. ഒരാൾക്ക് ആദ്യം നിരീശ്വരവാദത്തിന് സോക്കടെ എവിടെ തുടങ്ങുക? നബിയിൽ. എവിടെ വിശ്വാസം തുടങ്ങുക? നബിയിൽ. ഏത് എക്സി മുസ്ലിമും പ്രശ്നം ഉണ്ടാക്കുക ആരെ പറ്റിയാണ്? നബി. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന ഈ മൊയ്ലിയരെ അദ്ദേഹം പറഞ്ഞ അപകടം എത്ര വലുതാണ് നിങ്ങൾ ചിന്തിക്കുക. ഒരു കുട്ടി പിറന്നാൽ ആ കുട്ടിക്ക് തീട്ടവും മൂത്രവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലമൂത്ര വിസർജനം ചെയ്തത് അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മനസ്സിലാക്കാം, ചെറിയ കുട്ടികൾ അതെടുത്ത് കളിക്കും. അപ്പോൾ അത് അപ്പിയാണ്, അത് അഴുക്കാണ്, അത് വിസർജ്യമാണ് എന്ന് മനസ്സിലാവുന്ന ആ ഒരു അവസ്ഥ എന്നുള്ളതാണ്. ബുദ്ധി വെക്കുന്ന കാലം, ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുക്കണ്ട എന്നൊന്നുമല്ല. പ്രവാചകർ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മൊയ്ലിയരെ? അത് അള്ളാന്റെ പ്രവാചകരാണ്, അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ പരിചയപ്പെടുത്തേണ്ടത് പ്രവാചകരിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടാണോ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ദീനുൽ ഇസ്ലാം, അഹ്ലുസുന്നയുടെ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കുക, അല്ലേ? അതുകൂടി ഒന്ന് മനസ്സിലായാലാണല്ലോ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്നു പ്രബോധകനായി. ആ നാട്ടിലുള്ളവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തെ പിരിയുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ്, ഇന്നക തഖ്ദുമു അലാ ഖൗമി മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ഒരു ജനവിഭാഗത്തിന്റെ അരികിലേക്കാണ് താങ്കൾ പോകുന്നത്. യമനിൽ അക്കാലഘട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് യഹൂദന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ ഇവിടെ അബ്ദുൽ മുഹ്സിൻ ഐദീദ് പറഞ്ഞ ആ ഒരു കാര്യം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രദേശത്തേക്ക് വിടുമ്പോൾ അവിടെ അഹ്ലു കിതാബ് എന്ന് പറയുന്ന, അഹ്ലു കിതാബ് എന്നുള്ളത് ജൂതന്മാരെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞത്. അവരോട് ആദ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. എന്തേ അവിടെ ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാൻ പറയാതിരുന്നത്? ആരാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ, അള്ളാഹുവിൻ്റെ നബിയല്ലേ, അള്ളാഹുവിൻ്റെ റസൂലല്ലേ, അല്ലേ? അപ്പോൾ ഇതുപോലും അറിയാത്ത ആളുകളാണ് ഇവിടെ ദീൻ കൈകാര്യം ചെയ്യുന്നത്. ദീനിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്ക് പ്രഭാഷണം നടത്തി കൊടുക്കുന്നത്, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിരീശ്വരവാദികൾ വരുന്ന കാര്യവും അതുപോലെ എക്സ് മുസ്ലിങ്ങൾ വരുന്ന കാര്യവും അവർ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിയാലുള്ളൂ അള്ളാഹുവിനെ തള്ളാൻ പറ്റുക. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരീശ്വരവാദികൾ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈശ്വര വിശ്വാസികളെല്ലാം മുസ്ലിങ്ങളും പ്രവാചകന്റെ ആ ഒരു റിസാലത്ത് അംഗീകരിക്കുന്നവരാണോ? അല്ല. നിരീശ്വരവാദികൾ എല്ലാ ഈശ്വരന്മാരെയും ദൈവങ്ങളെയും ഒക്കെ നിഷേധിക്കുന്നവരാ. ഇസ്ലാം വിരോധികളായ എക്സ് മുസ്ലിങ്ങളായ ആളുകൾ അവർ അതറിയാത്തത് കൊണ്ടൊന്നല്ല, അത് നിങ്ങളുടെ വിവരക്കേടുകൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ തള്ളു കേട്ടിട്ട് അതാണ് ആ ഒരു അർത്ഥത്തിൽ അവർ വിമർശിക്കാറുള്ളത്. കുറച്ചും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുൽ മുഹ്സിൻ ഐദീദ് കുറച്ചും കൂടി പറഞ്ഞ് നമുക്ക് കേൾക്കാം. നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ്. മറ്റു ചില റിവായത്തുകളിൽ കാണാം, നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹുവിനെ അവർ ഏകനാക്കുക എന്ന തൗഹീദിലേക്കാണ്. അപ്പോൾ മറ്റൊരു റിവായത്തിലൂടെ വരുന്ന കാര്യവും അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്താണ്? അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കാണ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ അസ്തിത്വമായ വഹ്ദാനിയത്തിലേക്കാണ്, തൗഹീദിലേക്കാണ് മൊയ്ലിയരെ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ ജനങ്ങൾക്ക്. പോയത്തം പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന മൊയ്ലിയക്കന്മാരെ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ അവസ്ഥ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ അറഫുല്ലാഹ്, അവർ അല്ലാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു ആരാണ് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, തൗഹീദ് അവരുടെ ഹൃദയത്തിൽ അടിയുറച്ചു കഴിഞ്ഞാൽ, ഫഅഅലിംഹും അന്ന അല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സ്വലവാതിൻ ഫീ കുല്ലി യൗമിൻ വലൈല, രാവിലെയും രാത്രിയുമായി 5 നേരത്തെ നിസ്കാരം അവരുടെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നുള്ളതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിൻ്റെ ഏകത്വം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അള്ളാഹുവിനെ 5 നേരവും നിങ്ങൾ സ്തുതിക്കുക, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഇതാരാണ് പറഞ്ഞത്, ആരിലൂടെയാണ് നിങ്ങൾക്ക് എത്തിയത്? തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണെന്ന് പറയില്ലേ? ഇനി അല്ലെങ്കിൽ അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനൊരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറമായിക്കൊണ്ട് പ്രവാചകനെ കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആരാ പ്രവാചകം? അള്ളാഹിൻ്റെ പ്രവാചകം. ആരാ അള്ളാഹ്? അത് പിന്നെ ഇങ്ങനെ അങ്ങനെ അല്ല. ആദ്യം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അടിമ ഉടമയെ അറിയേണ്ടതുണ്ട്. അതാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബ എന്നുള്ളൊരു കാര്യം. മൊയിലേരെ, നിങ്ങൾ കിതാബ് ഓതി പഠിച്ച മൊയിലേരല്ലേ? കിതാബ് ഓതാത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബ പറഞ്ഞു കൊടുക്കണം. ഇത് എവിടെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം കിടക്കുന്നത്? റെഡിമെയ്ഡ് മുസ്ലിങ്ങളായിട്ട് വാപ്പാക്കും ഉമ്മാക്കും, അതായത് മുസ്ലിം വാപ്പയ്ക്കും മുസ്ലിം ഉമ്മയ്ക്കും ജനിക്കുന്ന ഈ റെഡിമെയ്ഡ് മുസ്ലിങ്ങളുണ്ടല്ലോ, ഓലിക്കത് അറിയില്ല. എന്നാൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നവൻ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അടിമ ഉടമയെ അറിയുക, അള്ളാഹുവിനെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എങ്ങനെ അറിഞ്ഞിരിക്കണം? അത് അക്കലിലൂടെ, നക്കലിലൂടെ, ഹിസ്സിയയിലൂടെ, ഫിത്രയിലൂടെ ഒക്കെ ഫിത്രത്തിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും ഈ പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് കുറേ മൗലൂദ് ഇങ്ങനെ പാടിക്കൊടുക്കും. ഇതല്ലേ ചെങ്ങായിമാരെ നിങ്ങളെ അവസ്ഥ? നിങ്ങളെങ്ങനെ നേരാകുക? ഈ നേരാകാത്ത നിങ്ങളാണോ ഈ ഉമ്മത്തിനെ നേരാക്കാൻ നടക്കുന്നത്? നിങ്ങൾ ഇന്നേ വരെ ആരെങ്കിലും നേരാക്കിയിട്ടുണ്ടോ? പേപ്പിക്കല്ലാതെ തലയെ കെട്ടിയവരെ അല്ലേ? തലയെ കെട്ടണ ഇങ്ങനെ പറയണത് ഈ രൂപത്തിൽ. അപ്പോൾ അയാൾ തലയിൽ കെട്ടിക്കണമെന്നുള്ളത് അയാൾ ചൂടുമ്പോകെ എടുത്തിട്ട് തലയിൽ കെട്ടി അയച്ചു വെച്ചിരിക്കുക സഹോദരന്മാരെ. അല്ലാതെ ഒരു മനുഷ്യനെ പോലും നേർമാർഗത്തിലേക്ക് നയിക്കുവാൻ കഴിയാത്ത ഈ വിഭാഗം ആളുകളെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഇതുപോലെ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും വഴികേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരുന്നു ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വിവരം കെട്ട മൊയിലിയാക്കന്മാരെ നിങ്ങൾ വയലിൽ നിന്നും പറഞ്ഞിട്ട് പൊളിച്ചു കൊടുത്തിട്ട്, നിങ്ങൾ പിരിവിനാണെങ്കിൽ പോലും ആ പിരിവിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ വിവരക്കേടിലൂടെ കുറേ ആളുകൾ വഴിപിഴച്ചു പോകുന്നു, കുറേ ആളുകൾ പിഴച്ച വഴിയിലേക്ക് പോകുന്നു. രണ്ടും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.